ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗ് ഫോർ മീനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മുരിങ്ങാക്കായ വെച്ച് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുരിങ്ങാക്കായൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലോണം കഴുകി കട്ട് ചെയ്ത് അതിൻ്റെ ചെറിയതായിട്ട് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മുരിങ്ങാക്കായയും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു സബോള കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സബോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരവും മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കണില്ല. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കൂട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുരിങ്ങക്കായ വേവിച്ചപ്പോൾ ബാക്കി വന്ന ആ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുരിങ്ങക്കായയുടെ ഉള്ളിൽ നിന്ന് ആ കഴമ്പ് മാത്രമായിട്ട് ഞാനൊരു സ്പൂണ് വെച്ചെടുത്തായിരുന്നു. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.